بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، الإمام النووي رحمه الله تعالى അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ റിയാദു സാലിഹീൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, രണ്ടാമത്തെ ഹദീസായി عن أم المؤمنين أم عبد الله عائشة رضي الله عنها قالت أم المؤمنين أم عبد الله عائشة رضي الله عنها പറഞ്ഞു, قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم ഒരിക്കൽ പറഞ്ഞു, يغزو جيش الكعبة യഗ്സു ജയ്ഷുൻ അൽ കഅബത. ഒരു ജയ്ഷ് എന്ന് പറഞ്ഞാൽ സൈന്യം, ഒരു ജയ്ഷ് കഅബയോട് യുദ്ധം സന്നാഹവുമായി കടന്നു വരും. അതായത് യുദ്ധത്തിനു വേണ്ടി കഅബയിലേക്ക് കടന്നു വരും. കഅബയെ ആക്രമിക്കാൻ ഒരു സൈന്യം കടന്നു വരും. ഫഇദാ കാനൂ ബിബൈദാഅ മിനൽ അർദ്, അങ്ങനെ അവർ ഭൂമിയിൽ നിന്നും ഒരു ബൈദായിലെത്തുമ്പോൾ, ബൈദ എന്ന് പറഞ്ഞാൽ വിശാലമായ സ്ഥലം, വിശാലമായ ഒരു സ്ഥലത്ത് അവരെത്തുമ്പോൾ യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, അവരിലെ ഒന്നാമത്തെ കൂട്ടർ മുതൽ അവസാനത്തെ കൂട്ടർ വരെ ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തപ്പെടും. അപ്പോൾ ഒരു സൈന്യം കടന്നു വരും. അങ്ങനെ കഅബയെ പൊളിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത്. ഒരു വലിയ സൈന്യമാണ്. അവർ ഭൂമിയിലെ വിശാലമായ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവരിൽ ഒന്നാമൻ മുതൽ അവസാനത്തെ ആൾ വരെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടും. ഖസഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ ആഴ്ത്തിക്കളയൽ. ഖസ്ഫുൻ. ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാഹ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, كيف يخسف بأولهم وآخرهم وفيهم أسواقهم ومن ليس منهم. അള്ളാഹുവിൻ്റെ റസൂലെ, എങ്ങനെയാണ് അതിലെ ഒന്നാമത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ വരെ, അതായത് ഒരാളെയും വിടാതെ, ആ കൂട്ടത്തിലെ ഒരാളെയും വിടാതെ എങ്ങനെയാണ് ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്നത്? അവരിലെ കച്ചവടക്കാരുണ്ടല്ലോ, ഫീഹിം അസ്വാഖുഹും, അവരുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് വന്ന ആളുകളുണ്ടല്ലോ, ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടോ കഅബയെ ആക്രമിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഉദ്ദേശം അറിഞ്ഞിട്ടോ ഒന്നും വന്നതായിരിക്കില്ല. വമൻ ലൈസ മിൻഹും, അതുപോലെ അവരിൽ പെട്ടവരും അല്ലാത്തവരും ഉണ്ടാകും. ഒരു സൈന്യം പോണത് കണ്ടപ്പോൾ ചിലപ്പോൾ യാത്രാ ദൂരം ഒരു കൂട്ടരുടെ കൂടെ നടന്നാൽ എന്താണ്, ചിലപ്പോൾ മറ്റുള്ള ഉപദ്രവങ്ങൾ ഒഴിവായി യാത്ര ചെയ്യാനും മറ്റുമൊക്കെ സാധിച്ചേക്കാം എന്ന നിലക്കോ മറ്റോ ഒക്കെ ഒരു ഉദ്ദേശവുമില്ലാതെ അവരുടെ കൂടെ കൂടിയവരും ഉണ്ടാകുമല്ലോ. ഖാല യുഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം ثم يبعثون على നിയ്യാതിഹിം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരിലെ ഒന്നാമൻ മുതൽ അവസാനക്കാരൻ വരെ ഭൂമിയിൽ ആഴ്ത്തപ്പെടും. എന്നിട്ടോ ثم يبعثون على നിയ്യാതിഹിം, അവരുടെ ഉദ്ദേശമനുസരിച്ച് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ഉദ്ദേശമനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റഹിമഹുമല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹിന്റെ അടുക്കലുള്ള ലഫ്ളാണ്. ഹാദാ ലഫ്ളു അൽ ബുഖാരി. അപ്പം എന്താണ് കഅബ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ഇബ്രാഹിം അലിഹിസ്സലാമും മകൻ ഇസ്മായിൽ അലിഹിസ്സലാമും പണിത് പൊക്കി ഉയർത്തിയ, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് പൊക്കിയ കഅബയാണത്, അള്ളാഹുവിൻ്റെ ഭവനമാണത്. ഒരിക്കൽ അബ്രഹത്തും അതുപോലെ തന്നെ അവൻ്റെ സൈന്യവും യമനിൽ നിന്നും കഅബ പൊളിക്കാൻ വേണ്ടി വന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്, അല്ലെങ്കിൽ ജനിച്ച വർഷം. എന്നാൽ വലിയ ഒരു സൈന്യവുമായിട്ടാണ് അവൻ കടന്നു വന്നത്. അതിൻ്റെ മുൻനിരയിൽ ആരുണ്ട്? ആനകളും ഉണ്ടായിരുന്നു.
അങ്ങനെയുള്ളൊരു സൈന്യം. അവിടുത്തെ ആ നാടിനെ സംബന്ധിച്ചിടത്തോളം ആനകളോടുകൂടി ഒരു സൈന്യം വരിക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അങ്ങനെയാണ് കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് അവിടേക്ക് വരുന്നത്. എന്നാൽ മുഹമ്മസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആനകൾ വരണ്ടു, മുന്നിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ എങ്ങനെ അവർ മുന്നിലേക്ക് തളിച്ചിട്ടും ആനകൾ മുന്നിലേക്ക് പോകുന്നില്ല. എന്നാൽ വലത്തോട്ടോ മറ്റോ ഒക്കെ തിരിച്ചാൽ, അല്ലെങ്കിൽ യമനിലേക്ക് തന്നെ തിരിച്ചാൽ എന്ത് ചെയ്യും? അത് ഓടാൻ നോക്കും. പക്ഷെ ഫ്രണ്ടിലേക്ക് അത് പോകുന്നില്ല. എന്നാലോ അങ്ങനെ അവരായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഒരു കൂട്ടം പക്ഷികളെ അയച്ചു. കൂട്ടമായി പക്ഷികളെ അയച്ചു. എല്ലാ പക്ഷികളും അവരുടെ കാലുകൊണ്ട് ഓരോ കല്ലുകൾ വഹിച്ചിരുന്നു. അങ്ങനെ എന്ത് ചെയ്യും? ഓരോ കല്ലുകളും മുകളിൽ നിന്ന് ഈ ആനകളുടെയും ആളുകളുടെയും തലയിലൂടെ ഇടും. ആ കല്ലെന്ത് ചെയ്യും? അവരുടെ വയറിലൂടെ, അതായത് ഉള്ളിലൂടെ കടന്നത് അവരെ നശിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങും. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ വൈക്കോല് പോലെ ആയിത്തീർന്നു. ചതഞ്ഞരഞ്ഞ് ഭൂമിയോട് ചേർന്ന് വൈക്കോല് കെടുക്കുന്നത് പോലെ ആയിത്തീർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഈ കന്നുകാലികളൊക്കെ തിന്നു കഴിഞ്ഞാൽ അവിടെ പുല്ലെങ്ങനെ ഉണ്ടാവും, അതുപോലെ അവരാക്കി തീർത്തു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ആ അക്രമിയായ ഭരണാധികാരിയിൽ നിന്നും രാജാവിൽ നിന്നും അല്ലാഹു കഅബയെ സംരക്ഷിച്ചു. ഇനി അവസാന കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ഒരു കൗമ വരാനുണ്ട്. അങ്ങനെ അവരെത്തിക്കഴിഞ്ഞാലോ അവർ ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തപ്പെടും. അതുപോലെ തന്നെ ജയിച്ച് വളരെ വലുതാണ്, ചെറിയ സൈന്യമല്ല. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, കച്ചവടക്കാര്, അതായത് ഒരു സൈന്യം വരുമ്പോൾ അവരുടെ കൂടെ കച്ചവടക്കാര്, വേറെ ആളുകൾ, അങ്ങനെ. അപ്പോൾ എന്തായിരിക്കും? ചെറിയ ഒരു സംഭവമല്ല കടന്നു വരുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? ആഴ്ത്തപ്പെട്ടപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ആഴ്ത്തപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വത്തഖൂ ഫിത്ന, നിങ്ങൾ ഫിത്നയെ ഭയപ്പെട്ടോ. ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളിൽ അക്രമം പ്രവർത്തിച്ചവർ മാത്രമല്ല എന്ത് അതിൽ പെടുക. വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അറിയുക അല്ലാഹു ശക്തമായി ശിക്ഷിക്കുന്നവനാണെന്ന് നിങ്ങൾ അറിയുക. അപ്പൊ എന്താണ്? ദുൽമ ചെയ്തവർ മാത്രമല്ല എന്ത് ചെയ്യുക? ശിക്ഷിക്കപ്പെടുക. ശിക്ഷിക്കപ്പെടുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ശിക്ഷിക്കപ്പെടും. എന്നിട്ടോ അപ്പൊ എല്ലാവരും കൂടെ ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഫിത്നക്ക് ബാധിതരാവുകയോ? ദുനിയാവിലെ കഥയാണല്ലോ. ഇപ്പോൾ നമ്മളെ നാടുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൽ തിന്മ ചെയ്യുന്നവരുണ്ടാവും, നന്മ ചെയ്യുന്നവരുണ്ടാവും, മുസ്ലിങ്ങളുണ്ടാവും, കുഫാറുകളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവ പിന്നെ അതെങ്ങനെയാണ് നീതിയാവുക? സുമ്മ യുബ്അസൂന അലാ നിയ്യാതിഹിം, പിന്നെ എന്താണ്? അവരുടെ നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അവർ യുദ്ധം ഉദ്ദേശിച്ചിട്ടോ ഒന്നും ഉദ്ദേശിച്ചിട്ടുള്ള ആളുകളല്ലായിരിക്കാം. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് അവരുടെ നിയ്യത്തനുസരിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കും. طيب يكفي إلى هنا والله تعالى أعلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.